ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൂം ആൻഡ് ട്രിക്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസെക്ട് ടോക്സിക്കോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പെസ്റ്റിസൈഡ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. നമ്മുടെ ഇക്കോളജിക്ക് ഹാംഫുൾ ആയിട്ടുള്ള പോയ്സണസ് ആയ സബ്സ്റ്റൻസിനെ നമ്മൾ ടോക്സിക്കൻസ് എന്ന് വിളിച്ചു. ആനിമൽസ് നിന്നും പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാകുന്ന ടോക്സിക്കൻസിനെ നാച്ചുറൽ ടോക്സിക്കൻസ് എന്നും, മാൻമെയ്ഡ് ആയിട്ടുള്ള ടോക്സിക്കൻസിനെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് ടോക്സിക്കൻസ് എന്നും നമ്മൾ വിളിക്കുന്നു. ഈ നാച്ചുറലും സിന്തറ്റിക്കുമായ ടോക്സിക്കൻസിനെ അൺവാണ്ടഡ് ആയിട്ടുള്ള പെസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് വിളിക്കുന്നത്. പെസ്റ്റിസൈഡ്സ് ആർ എനി സബ്സ്റ്റൻസ് ഓർ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസസ് intended for preventing, destroying or mitigating any pest or intended for use as plant growth regulator, defoliant and desiccant. പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ അതല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഏതൊരു സബ്സ്റ്റൻസിനെയും നമ്മൾക്ക് പെസ്റ്റിസൈഡ് എന്ന് വിളിക്കാം. പെസ്റ്റിസൈഡ്സിനെ നമ്മൾ ഒരുപാട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ടും ഓരോ ടൈപ്പിലുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് അക്കോർഡിംഗ് ടു ടാർഗറ്റ് ഓർഗാനിസം. അതായത് ഏത് ഓർഗാനിസത്തിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് ഓർഗാനിസത്തിനെയാണോ കില്ല് ചെയ്യുന്നതിന് അതിനനുസരിച്ചിട്ട് പെസ്റ്റിസൈഡ്സിനെ ഒരുപാടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ഓർഗാനിസത്തിനെയും ശേഷം സൈഡ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെസ്റ്റിസൈഡ് ടൈപ്പ് നമുക്ക് കിട്ടും. എക്സാമ്പിൾ, ബാക്ടീരിയ കൊല്ലുന്നവരാണ് ബാക്ടീരിയസൈഡ്, ആൽഗേനെ ആണെങ്കിൽ ആൽഗിസൈഡ്, നെമറ്റോഡ് ആണെങ്കിൽ നെമറ്റിസൈഡ്, മൈറ്റ് ആണെങ്കിൽ മൈറ്റസൈഡ്, റോഡന്റിസൈഡ്. അങ്ങനെ എല്ലാത്തിൻ്റെയും ബാക്കിൽ സൈഡ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡിന്റെ പേര് കിട്ടും. അതിന് വ്യത്യാസമുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിനെ കൊല്ലുന്നവരെ നമ്മൾ ഹെർബിസൈഡ് എന്ന് വിളിക്കും, ട്രീസിനെ ആണെങ്കിൽ സിൽവിസൈഡ് എന്ന് വിളിക്കും, ബേർഡ്സിനെ ആണെങ്കിൽ ആവിസൈഡ് എന്നും, ഫിഷ് ആണെങ്കിൽ പിസിസൈഡ് എന്നും വിളിക്കും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ടാർഗറ്റ് ഓർഗാനിസത്തിനനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതായത് 50%-ലും അധികം ഉപയോഗിക്കുന്നത് ഹെർബിസൈഡ് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷന് അക്കോർഡിംഗ് ടു ഒറിജിൻ ആണ്. എവിടെ നിന്നാണ് ഈ പെസ്റ്റിസൈഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ട് 3 തിരിക്കാം: ഇനോർഗാനിക്, സിന്തറ്റിക് ആൻഡ് ബയോ പെസ്റ്റിസൈഡ്സ്. കാർബൺ അല്ലാത്ത മറ്റേത് കെമിക്കൽ എലമെന്റിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നവരെ നമ്മൾ ഇനോർഗാനിക് പെസ്റ്റിസൈഡ് എന്നും, കാർബൺ ആയവരെ, പ്രത്യേകിച്ച് പെട്രോളിയം ബേസ്ഡ് കെമിക്കലിൽ നിന്ന് ഉണ്ടാവുന്നവരെ നമ്മൾ സിന്തറ്റിക് ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് വിളിക്കുന്നു. കാർബൺ അല്ലാത്തവർ ഇനോർഗാനിക്കും കാർബൺ ആയവർ സിന്തറ്റിക് ഓർഗാനിക്കും ആണ്. ഇനി ലിവിങ് ബീങ്സിൽ നിന്നാണ് ഉണ്ടാക്കിയതെങ്കിൽ, അതായത് പ്ലാന്റ് ബേസ്ഡോ ആനിമൽ ബേസ്ഡോ ആണെങ്കിൽ അതിന് നമ്മൾ ബയോ പെസ്റ്റിസൈഡ് എന്നും കൂടി വിളിക്കുന്നു. അപ്പോൾ ഒറിജിനൽ ബേസ് ചെയ്തിട്ട് 3 ഉണ്ട്: ഇനോർഗാനിക്, സിന്തറ്റിക് ഓർഗാനിക് ആൻഡ് ബയോ പെസ്റ്റിസൈഡ്. അടുത്തത് ടോക്സിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 പെസ്റ്റിസൈഡിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് അക്യൂട്ട് ടോക്സിസിറ്റിയും മറ്റത് ക്രോണിക് ടോക്സിസിറ്റിയും. അക്യൂട്ട് ടോക്സിസിറ്റി എന്നാൽ ഒരു സിംഗിൾ ഡോസ് ഓഫ് എക്സ്പോഷറിലൂടെ ഹ്യൂമൻസിനോ ആനിമൽസിനോ എത്രത്തോളം പോയ്സണസ് ആക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ക്രോണിക് ടോക്സിസിറ്റി എന്നാൽ ലോങ് ടേം ആയിട്ടുള്ള എക്സ്പോഷർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ഡോസ് ഇങ്ങനെ കയറുന്ന സമയത്ത് എത്രത്തോളം ലോങ് ടേമിൽ എത്രത്തോളം അത് പോയ്സണസ് ആവുന്നുണ്ട് അതിനെയാണ് നമ്മൾ ക്രോണിക് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഡോസേജും ടൈമും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസിഫിക്കേഷൻ കെമിക്കൽ കമ്പോസിഷനെ ബേസ് ചെയ്തിട്ടാണ്. കെമിക്കലി ഡിഫറെൻറ്റ് ഫോംസ് ആയ ആൾക്കാരെ ഓർഗനോക്ലോറിൻസ്, ഓർഗനോഫോസ്ഫേറ്റ്, കാർബമേറ്റ്, പൈരിത്രോയിഡ്സ്, നിയോനിക്കോട്ടിനോയിഡ്, ഫിനോക്സി ഹെർബിസൈഡ്സ്, ട്രയാസീൻ, സൾഫണൈൽ യൂറിയ, ഡൈനൈട്രോ അനിലിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മോഡ് ഓഫ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഏത് തരത്തിലാണ് ടോക്സിക്കൻസിനെ ഇല്ലാണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫിസിക്കൽ പോയ്സൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള എഫക്റ്റ് കൊണ്ട് ഒരു ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുക. പ്രോട്ടോപ്ലാസ്മിക് പോയ്സൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിനകത്തുള്ള സെൽ ഓർഗനൽസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുക. അങ്ങനെ ഈ സെൽ ഓർഗനൽസിൻ്റെ ഫങ്ഷൻസ് ആയ പ്രോട്ടീൻ സിന്തസിസും സെൽ ഡിവിഷനും ഒക്കെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു ഇൻസെക്റ്റിനെ കൊല്ലുക. അതാണ് പ്രോട്ടോപ്ലാസ്മിക് പോയ്സൺ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി പോയ്സൺ എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുക. ചില സമയങ്ങളിൽ റെസ്പിറേറ്ററി എൻസൈമിനെ വേണമെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്. നെർവ് പോയ്സൺ എന്ന് പറഞ്ഞാൽ ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യുക. അവരെ നമ്മൾ ന്യൂറോടോക്സിൻസ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യമായ മെസ്സേജസ് ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല, കോർഡിനേഷൻ പറ്റില്ല, അങ്ങനെ ഒരു ഇൻസെക്റ്റിന്റെ ഡെത്ത് സംഭവിക്കുക. പിന്നെ കൈറ്റിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൈറ്റിൻ ലെയർ ഉണ്ടാക്കുന്നതിനെ തടയുക. അതുമൂലം ഇൻസെക്റ്റിന്റെ ബോഡി വീക്ക് ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് എക്സ്റ്റേണൽ ഫോഴ്സസിനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മോഡ് ഓഫ് ആക്ഷൻ അനുസരിച്ചിട്ട് പെസ്റ്റിസൈഡ്സിനെ 5 തിരിച്ചിട്ടുണ്ട്: ഫിസിക്കൽ പോയ്സൺ, പ്രോട്ടോപ്ലാസ്മിക് പോയ്സൺ, റെസ്പിറേറ്ററി പോയ്സൺ, നെർവ് പോയ്സൺ ആൻഡ് കൈറ്റിൻ സിന്തസിസ് ഇൻഹിബിറ്റർ.
അടുത്ത ഡിവിഷൻ മോഡ് ഓഫ് എൻട്രിക്ക് അനുസരിച്ചിട്ടാണ്. അതായത് പെസ്റ്റിന്റെ അകത്തേക്ക് ഈ പോയിസൺ എങ്ങനെ കിടക്കുന്നു. അത് രണ്ട് വിധത്തിലാവാം. ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാവാം, ഇൻഡയറക്റ്റ് ആവാം. ഡയറക്റ്റ് ആണെങ്കിൽ അതിനെ കോണ്ടാക്ട് പോയിസൺ എന്നും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അതിനെ സിസ്റ്റമിക് പോയിസൺ എന്നും വിളിക്കുന്നു. കോണ്ടാക്ട് പെസ്റ്റിസൈഡ് ലിപ്പോഫിലിക് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇൻസെക്റ്റിന്റെ ക്യൂട്ടിക്കിളുടെ അകത്തേക്ക് കൂടി കയറുന്നുണ്ട്. പക്ഷേ സിസ്റ്റമിക് പെസ്റ്റിസൈഡ് ഹൈഡ്രോഫിലിക് ആണ്. അപ്പോൾ അതിന് ഇൻസെക്റ്റിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാന്റ്സിന്റെ അബ്സർവേഷൻ വഴി അല്ലെങ്കിൽ ആനിമൽസ് വഴിയാണ് പെസ്റ്റിന്റെ അകത്തേക്ക് കിടക്കുന്നത്. കോണ്ടാക്ട് പെസ്റ്റിസൈഡ്സിന്റെ എക്സാമ്പിളാണ് പെർമെത്രിനും ഡയാസിനോണൊക്കെ. നിയോനിക്കോട്ടിനോയിഡ്സ് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡിന്റെ എക്സാമ്പിളാണ്. പെസ്റ്റിസൈഡ്സിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം ടാർഗറ്റ് ഓർഗാനിസത്തിന് ബേസ് ചെയ്തിട്ട് ബാക്ടീരിയസൈഡ്, ഫംജിസൈഡ്, ഹെർബിസൈഡ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഇനോർഗാനിക്, ഓർഗാനിക് ആൻഡ് ബയോ പെസ്റ്റിസൈഡ്സ്. അതിനുശേഷം ടോക്സിസിറ്റിയെ ബേസ് ചെയ്തിട്ട് അക്യൂട്ട് ആൻഡ് ക്രോണിക്. പിന്നെ കെമിക്കൽ കമ്പോസിഷൻ അനുസരിച്ചിട്ട് ഓർഗനോഫോസ്ഫേറ്റ്, കാർബമേറ്റ്, ഓർഗനോക്ലോറിൻസ്, അങ്ങനെ നിയോനിക്കോട്ടിനോയിഡ്സ് അങ്ങനെ ഒരു കാറ്റഗറി പോയി. പിന്നെ മോഡ് ഓഫ് ആക്ഷൻ അനുസരിച്ചിട്ട് ഫിസിക്കൽ പോയിസൺ, പ്രോട്ടോപ്ലാസ്മിക് പോയിസൺ, റെസ്പിറേറ്ററി പോയിസൺ, നെർവ് പോയിസൺ, ലാസ്റ്റ് കൈറ്റിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് മോഡ് ഓഫ് എൻട്രിക്ക് അനുസരിച്ചിട്ട് കോണ്ടാക്ട് പോയിസൺസും സിസ്റ്റമിക് പോയിസൺസും. ഇതാണ് മേജർ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് നമുക്കറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഇതിനൊന്ന് ഓർഡർ ആക്കിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പെസ്റ്റിസൈഡ്സ് അല്ലാതെ വേറെ എഫക്റ്റീവായ മെത്തേഡ്സ് ഒന്നും നിലവിലില്ല. അതുകൊണ്ട് ഫസ്റ്റത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് തന്നെ പെസ്റ്റ് കൺട്രോൾ ആണ്. അടുത്തത് ഇത് ഇൻഎക്സ്പെൻസീവ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ കളയാൻ വേണ്ടിയിട്ടുള്ള ഹെർബിസൈഡാണ്. ഇത് നമ്മൾ മാൻമെയ്ഡായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്നതിലും ഭേദം ഒരൊറ്റ ചെറിയ പൈസനെ കൊണ്ട് ഒരു ഹെർബിസൈഡ് വാങ്ങിയിട്ട് ഇതേപോലത്തെ കളകളെ റിമൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കോസ്റ്റ് വൈസ് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. അടുത്തത് ഹൈ ഇക്കണോമിക് ബെനിഫിറ്റ്. അതായത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെസ്റ്റ് ഇല്ലാതാവും, അതോടെ ക്രോപ്പിൻ്റെ ഈൽഡ് നല്ലോണം കൂടും. അങ്ങനെയാകുമ്പം അഗ്രോ വർക്കേഴ്സിന് അത് ഇക്കണോമിക്കലി ഭയങ്കര ബെനിഫിറ്റാണ് നൽകുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലെസ് എനർജി റിക്വയർഡ്. അതായത് നമ്മൾ കൃഷിക്കായിട്ട് ഒരുക്കി വെച്ച സ്ഥലത്ത് പെസ്റ്റൊന്നും വരാതിരിക്കാനും കളകളൊന്നും വരാണ്ടിരിക്കാനും അവിടെ നമ്മൾ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കണം ആ സ്ഥലം. അപ്പം മാത്രമേ കറക്റ്റായിട്ട് എയറേഷൻ നടക്കുള്ളൂ, വീഡ്സ് ഒന്നും വരാണ്ടും ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രാക്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഫ്യൂവൽസൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പെസ്റ്റിസൈഡ്സിന് വേണ്ടിയിട്ട് ആകെ ലെസ് എനർജി മാത്രമേ ആവശ്യമുള്ളൂ. ലെസ് എനർജി മാത്രമല്ല, ലെസ് നോളജും കൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. പെസ്റ്റിസൈഡ്സിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെസ്റ്റിൻ്റെ ബയോളജി പഠിക്കുകയോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോസസ്സ് പഠിക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള അറിവ് മാത്രം കിട്ടിയാൽ മതി. അടുത്തത് റാപ്പിഡ് റെമഡിയൽ ആക്ഷനാണ്. അതായത് പെസ്റ്റ് പ്രോബ്ലത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് റെഡ്യൂസസ് പ്ലാനിങ് നീഡഡ് ബൈ പെസ്റ്റ് മാനേജേഴ്സ്. അതായത് ഒരു ക്രോപ്പ് ഇൻഫെക്റ്റഡ് ആയാൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടാകുന്നതിന് മുന്നേ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ്ങും സ്ട്രാറ്റജീസും ഒക്കെ നോക്കാറുണ്ട്. എന്നാലും അത് ഇഫക്റ്റീവ് മെത്തേഡ് ആവണമെന്നില്ല. ഒരുപാട് ക്രോപ്പ് നഷ്ടപ്പെടാനും എക്കണോമിക്കലി അവർക്ക് നഷ്ടം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പക്ഷേ പെസ്റ്റിസൈഡ്സിൻ്റെ വരവോടുകൂടി ആ ഒരു പ്രശ്നമേ ഇല്ല. പെസ്റ്റിനെ കണ്ടാൽ അത് സ്പ്രേ ചെയ്യുന്നതിലൂടെ ആ പെസ്റ്റിനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടുത്തത് പ്രെഡിക്റ്റബിൾ ലെവൽ ഓഫ് കൺട്രോൾ ആണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പെസ്റ്റിനെ മുഴുവനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെക്സ്റ്റ് റെഡ്യൂസസ് നീഡ് ടു റൊട്ടേറ്റ് ക്രോപ്സ്. പണ്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ. അതായത് നമുക്ക് ഒരൊറ്റ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ മാത്രമേ വേണ്ടുവെങ്കിലും പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർവസ്റ്റിന് ശേഷം അവിടെ വേറൊരു തരത്തിലുള്ള ക്രോപ്പ് നടത്തുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് ആവശ്യമുള്ളത് നടത്തുന്നു. അങ്ങനെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എക്കണോമിക്കലി ബെനിഫിറ്റ് കിട്ടുന്ന ക്രോപ്പിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൻ്റെ അളവിൽ കുറവും സംഭവിക്കുന്നുണ്ട്. അടുത്തത് അഗ്രികൾച്ചറിന് പറ്റാത്ത സ്ഥലം പോലും പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജ് വഴി അഗ്രികൾച്ചറിന് അനുയോജ്യമായ സ്ഥലമായിട്ട് മാറുന്നുണ്ട്. പിന്നെ പറയുന്നത് ഫുഡിലെ ടോക്സിൻ്റെ അളവ് കുറക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പെസ്റ്റുള്ള ക്രോപ്പിൽ അതിൻ്റെ ഡെത്തിന് ശേഷം അത് അവിടെ തന്നെ വെച്ചിട്ടാണ് അഴുകുന്നത്. അപ്പോൾ ഈ അഴുകുന്ന സ്ഥലത്ത് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന നമ്മളെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ടോക്സിൻസിൻ്റെ അളവ് ഈ പെസ്റ്റിസൈഡ്സ് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസിൽ ആദ്യം പറയുന്നത് ഇഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഓർഗാനിസത്തിലാണ്. പെസ്റ്റിസൈഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ടാർഗറ്റ് സ്പീഷീസിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പോളിനേഷന് സഹായിക്കുന്ന ബീസ് മുതൽ സറൗണ്ടിങ്ങിൽ കാണപ്പെടുന്ന വാട്ടർ ബോഡീസിൽ വരെ ഇതിൻ്റെ എഫക്റ്റ് നീളുന്നുണ്ട്. പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂസ് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഫുഡ് ചെയിൻ വഴി ഓരോ ഓർഗാനിസത്തിലെത്തി അങ്ങനെ ഇക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ അങ്ങ് ബാധിക്കുന്നുണ്ട്. അടുത്തത് കോസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജസിൽ പറഞ്ഞു
പെസ്റ്റിസൈഡ്സിന് ലോ കോസ്റ്റാണ്, ഭയങ്കര എഫക്റ്റീവ് ആണെന്നൊക്കെ. പക്ഷേ ചില സിറ്റുവേഷൻസിൽ പെസ്റ്റിസൈഡ്സിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി നമ്മുടെ ബയോളജിക്കലി ഓൾട്ടർനേറ്റീവ് ഉള്ള സമയങ്ങളിൽ അതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ആവാത്തത് കൊണ്ട് തന്നെ അതിന് കമ്പയർ ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ പെസ്റ്റിസൈഡ്സിന് കോസ്റ്റ് അധികമാണ്. അടുത്തത് റെസിഡ്യൂസ് ആൻഡ് ഡ്രിഫ്റ്റ് ആണ്. പെസ്റ്റിസൈഡ്സ് വൺസ് യൂസ് ചെയ്താൽ അതിൻ്റെ റെസിഡ്യൂസ് ഒക്കെ അവിടുത്തെ സോയിലും അവിടുത്തെ വാട്ടറിലൊക്കെ കാണപ്പെടും. ഹാർവസ്റ്റിന് ശേഷം അതിൻ്റെ റിമൈനിങ്സ് അവിടെ തന്നെ കാണും. അപ്പോൾ കാറ്റൊക്കെ വീശുന്ന സമയത്ത് അത് അടുത്ത അഗ്രികൾച്ചർ ക്രോപ്സിലേക്കും ആനിമൽസിലേക്കും ഹ്യൂമൻസിലേക്കും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്താൽ അത് ആ ഓർഗാനിസത്തിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഫുഡ് കണ്ടാമിനേഷൻ ആണ്. ഫുഡ് ക്രോപ്സിലൊക്കെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിഡ്യൂസ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അത് കഴിക്കുന്നത് വഴി നമുക്ക് ലോങ് ടേം ഹെൽത്ത് റിസ്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ പെസ്റ്റിസൈഡ്സിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അവരെ ഹെൽത്തിനെ കൂടുതലായിട്ട് ബാധിക്കും. അടുത്തത് ടോക്സിസിറ്റിയാണ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് തന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കലാണ്. അപ്പം അത് ക്രോപ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വഴി ഹ്യൂമൻസിനും ആനിമൽസിനും ഒക്കെ അത് ഹാംഫുൾ ആവും. പെസ്റ്റിസൈഡ്സിൻ്റെ ആപ്ലിക്കേഷൻ റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസ്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഹസാർഡ് ടു ഫാം വർക്കേഴ്സ്. ഈ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച ഫാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെസ്റ്റിസൈഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കും. അവരുടെ ഹാൻഡ്സിലൊക്കെ പെസ്റ്റിസൈഡ്സ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുവഴി അവർക്ക് ഇൽനെസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെസ്റ്റ് കൺട്രോൾ ഇഷ്യൂസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസും പെസ്റ്റ് റിസർജൻസും സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്കും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പെസ്റ്റിസൈഡ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പെസ്റ്റിന് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും പിന്നീട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എഫക്റ്റീവ് അല്ലാണ്ടാവും മാറുകയും ചെയ്യുന്നുണ്ട്. പെസ്റ്റ് റിസർജൻസ് എന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ്സിനെ കില്ല് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അതേ പെസ്റ്റിസൈഡ് തന്നെ അതിൻ്റെ നാച്ചുറൽ എനിമീസിനെയും കൊല്ലുന്നുണ്ട്. എനിമീസ് ഇല്ലാണ്ടാവുമ്പം അവിടെ പെസ്റ്റിൻ്റെ നമ്പേഴ്സ് ഇനിയും കൂടും. പെസ്റ്റ് റിസർജൻസ് കാരണം വീണ്ടും നമുക്ക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ഇനി സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്ക് ആണ്. നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ട് മെയിൻ ആയിട്ടുള്ള പെസ്റ്റിനൊക്കെ റിമൂവ് ചെയ്യും. എന്നാൽ അവിടെ മൈനർ പെസ്റ്റ് കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ മൈനർ അല്ലെങ്കിൽ സെക്കൻഡറി പെസ്റ്റ് പിന്നീട് റീപ്രൊഡക്ഷനിലൂടെ പെരുകി ആ ഒരു ക്രോപ്പിന് ഹാംഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം വഴി പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ്, പെസ്റ്റ് റിസർജൻസ്, സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്ക് പോലുള്ള പെസ്റ്റ് കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ലാസ്റ്റ് പറയാൻ പോകുന്നത് പെസ്റ്റിസൈഡ് ട്രെഡ്മില്ലാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന വഴി പെസ്റ്റിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡോസേജ് കൂട്ടിയിട്ട് ഇനിയും ഉപയോഗിക്കും. അപ്പോൾ വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയും ഡോസേജ് അധികമാക്കും. അങ്ങനെ ഒരുപാട് അളവിൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യേണ്ടി വരും. മുന്നേ കുറച്ചളവിൽ ഉപയോഗിച്ച പെസ്റ്റിസൈഡ് ഇപ്പം അതേ എണ്ണം പെസ്റ്റിനെ കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇതിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ് ട്രെഡ്മിൽ എന്ന് വിളിക്കുന്നത്. ഈ ഓവർ യൂസേജ് ഇക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെസ്റ്റിസൈഡ്സിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അഡ്വാൻറ്റേജസ് പഠിച്ചു, ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം.